നന്ദു വളരെ നൈസായിട്ട് നമ്മളെ ഏൽപ്പിച്ച് അങ്ങ് മാറിക്കളഞ്ഞു. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് നന്ദു. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട്. ഓക്കെ, നന്ദു മിണ്ടിയില്ലെങ്കിലും ഗുഡ് മോർണിംഗ് വന്നു. അതാ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ, അല്ലാതെ ഇങ്ങനെ ഞങ്ങളെ കിട്ടിയെന്ന് വെച്ചിട്ട്. അതെ, അത് നേരം നിന്ന് ഇത്രയും ഗുഡ് മോർണിംഗ് കിട്ടിയിട്ട് ജീവിതത്തിൽ ഇത്രയും നീണ്ട ഗുഡ് മോർണിംഗ് നന്ദുവിന് ഇതാദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ്. അങ്ങനെ കലോത്സവം അങ്ങനെ ഏറ്റവും ഗംഭീരമായ ഒരു റിപ്പോർട്ടിങ്ങിലൂടെ കൈരളി ന്യൂസ് പ്രേക്ഷകരിലേക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ എത്തിച്ചു. എന്നതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. സമാപന ദിവസമാണ്, വൈകിട്ട് സമാപന സമ്മേളനം. ആരാണ് ഇത്തവണ കപ്പടിക്കുക എന്നുള്ള ഏറ്റവും ആവേശകരമായ ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പറഞ്ഞ സിജു കണ്ണൻ്റെ സ്റ്റോറി പോലെ 4-5 മിനിറ്റ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിന്റെ ഇടയ്ക്കൂടെ. പക്ഷെ അത് നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. ഈ വേഷമൊക്കെ ഇടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വെറുതെ അവമാനിക്കുകയാണ്. ജോസിൽ കണ്ടില്ല മിടുക്കനായിട്ടിരിക്കുന്നുണ്ട്. ടീഷർട്ട് പാകമാകാത്തതിന്റെ സങ്കടം ജോസിലുണ്ട്, അത് പരിഗണിക്കണം. അവരെല്ലാം പല കളർ ടീഷർട്ടുകളാണ്, പക്ഷെ എന്നാലും അതിനൊരു യൂണിഫോമിറ്റി ഉണ്ട് അല്ലേ? അപ്പൊ ഏതായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരം. നമ്മൾ പറഞ്ഞു ചെയ്തതല്ല എന്ന് പറയാൻ വരികയാണ്. പറഞ്ഞു ചെയ്തതല്ല ഷീജയുടെ മറ്റൊരു സർപ്രൈസ്. സത്യത്തിൽ തന്നെ ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ആരാണ് ക്യാപ്റ്റൻ? അല്ല, ഇല്ലെങ്കിൽ ഒരാള് തെക്കോട്ട് ഒരാള് വടക്കോട്ടും ഒക്കെ ചൂണ്ടിക്കാട്ടും. ശരത്ത് ഞാൻ നിക്കണോ അതോ പോണോന്ന് അന്നയ്ക്ക് കൺഫ്യൂഷനായി അല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞങ്ങളുടെ ലീഡർ ഷീജയായിരുന്നു. പറയണ്ടേ? എന്നാ പിന്നെ മൈക്ക് അങ്ങോട്ട് അതെ കൊടുക്കാം. ഷീജയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കലോത്സവ റിപ്പോർട്ടിങ് ഒറ്റ തവണ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൂ. അത് കോട്ടയം ഒറ്റ തവണ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ കലോത്സവം കോർഡിനേറ്റ് ചെയ്തത്. പക്ഷെ കിടിലൻ ടീമായിരുന്നു. കിടിലൻ ടീമായിരുന്നു. കാരണം നമുക്ക് ഏത് നിമിഷം ഓണേറെ കയറണമെങ്കിൽ അപ്പൊ റെഡിയാണ്, അപ്പൊ സജ്ജമാണ് നമ്മുടെ ആങ്കേഴ്സ്. ചോദിക്കണം കേട്ടോ, വേദികളായ വേദികളിലൊക്കെ ഇങ്ങനെ ആരാണ് ലൈവ് തരുന്നത് അല്ലെങ്കിൽ നടന്ന ഡെസ്ക് ഞാനും പറഞ്ഞു. ഒരാളെ വിളിക്കാൻ പറയും, മറ്റേ വിളിക്കാൻ പറയും. ഗംഭീരായിരുന്നു എന്നല്ലേ പറഞ്ഞേ? 1 മിനിറ്റിൽ സ്റ്റോറിയും അല്ലെങ്കിൽ 4 മിനിറ്റിൽ സ്റ്റോറിയും എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ടീം. ഇപ്പോഴും സിജുവിന്റെ മനസ്സിലായി നിൽക്കുക, സിജുവിന്റെ മനസ്സിൽ ആദ്യത്തെ കിടക്കുക. രാവിലെ വിളിച്ചടിപ്പിച്ച് ട്രോളിയാ പിന്നെ എന്ന് വെച്ചാലേ സിജു കണ്ണൻ രാവിലെ വളരെ കുറച്ച് എഴുന്നേക്കാറുള്ളൂ. ഗുഡ് മോർണിംഗ് കേരള എത്ര മണിക്കാണെന്നറിയോ സിജു? ശരി, സിജുവിനോട് രാവിലെ ചവിട്ട് നാടകത്തിന് പോകുമ്പോ ചവിട്ട് നാടകം ആ ലൈനാണ് സിജു. അതോ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഇത്തവണ ഈ പ്രാദേശിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ പ്രാദേശിക ഇനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് കാണിച്ചത് സുലേഖയാണ്. അത് എടുത്ത് പറയേണ്ടത്. കാരണം എല്ലാ ദിവസവും വയനാട് ഉണ്ടെങ്കിൽ ഞാൻ വയനാട്ടിനൊപ്പം ഞാനെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങാം. രാവിലെ ഗുഡ് മോർണിംഗ് കേരളം കാണാൻ രാധ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സുലേഖ എവിടെ എന്നുള്ളൊരു ചോദ്യം കേട്ട് എന്റെ നാട്ടിൽ ഒരു വിലാപകാവ്യം. സുലേഖ ഗുഡ് മോർണിംഗ് കേരളം. ഒരാളെ കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്. മേഘ എന്നും അന്വേഷിക്കുന്നു. സുകുമാരൻ ചേട്ടനുണ്ട്. മേഘ ഇന്നലെ ആ കുട്ടിയുടെ കൃഷ്ണസാനികയ്ക്ക് മേഘയുടെ ഛായ ഉണ്ടെന്ന് പറയും ഇന്നലെ. അതെ ഗംഭീര എക്സ്പ്രഷൻ. സിന്ദൂരിയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സിന്ദൂർ ഒരു അടിപൊളി ആളാണെന്നാണ് സുകുമാരൻ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. അല്ല, ഞാൻ പിന്നെ എല്ലാവരുടെയും. ഓക്കെ, അപ്പൊ ബാക്കി പറഞ്ഞ് രാവിലെ ഒരു അടി. മാനസ അവസാന ദിനം എത്തിക്കയറുന്നു കണ്ണൂര്. അതെ അതെ, എങ്ങനെയാണ് ഒരു ആവേശം? ഷീജ, ആ സസ്പെൻസ് പ്രേക്ഷകരോട് പറയട്ടെ. പറഞ്ഞോ. എവിടേക്കാ? മനസ്സയുടെ കല്യാണത്തിന് ചൊക്ലിയിലേക്ക് എല്ലാവരും പോരാ. ഏതായാലും കല്യാണ പെണ്ണ് അടുത്തതായി സംസാരിക്കുന്നതായിരിക്കും. 2 വാക്ക് കല്യാണ പെണ്ണ്. ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ ക്ഷണിച്ചതാണ്. എന്നാലും അവസാന ലാപ്പിൽ എന്റെ കല്യാണം എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും അതെ, കല്യാണ ഒരുക്കങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വലിയ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചൊക്ലിയാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു സങ്കടം, നമ്മുടെ കലോത്സവത്തിലെ കണ്ണൂരൊന്ന് താഴോട്ടേക്ക് പോയി, തൃശ്ശൂരൊന്ന് മേലോട്ടേക്ക് കയറി. അർച്ചന
നമ്മളെ തകർത്തു. ഇനിയിപ്പോ പോകേണ്ട ഒരു വിഷമമുണ്ട്, കൊച്ചിക്ക് തിരിച്ചു പോകണല്ലോ എന്നുള്ളത്. ഇന്ന് പോകുന്നില്ല, സാലിക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറഞ്ഞത്. ഞാൻ കൊച്ചിക്ക് പോയി സാലിക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ തകർത്തു. പക്ഷെ കോഴിക്കോട് കപ്പടിക്കുന്ന വിചാരിച്ചത്. മേഘ പഴയിടം തിരക്കി എന്ന് പറയുന്നുണ്ട്. ഇന്നലെ കൃത്യമായി പ്ലാൻ ചെയ്ത് എനിക്ക് പണി തരേണ്ടിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു വേഗം കലവരക്കി വിട്ടു. അപ്പോഴേ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല. പഴയിടത്തിന്റെ ഈ ഊട്ടുപുരയിലേക്ക്, ഭക്ഷണപുരയിലേക്ക് ഒരാൾ ഇങ്ങനെ മെല്ലെ നടന്നില്ല. അതേ, ഒരു രക്ഷയില്ല. പക്ഷെ ശരത്തേട്ട അതിനുശേഷം എന്നോട് ആൾക്കാർ കൺഫ്യൂഷൻ പറയുന്നുണ്ട്, പച്ചടി ഏതാ കിച്ചടി ഏതാന്ന് കളർ വിളിച്ചു. അതെ, നല്ല മധുരമുള്ളൊരു കറി ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? ഇന്നലെ അപ്പീലടക്കം ഇന്ന് 3:30 തീരുമാനമാക്കി എല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന പറഞ്ഞു. അതിനകത്ത് ഈ പച്ചടിന്റെ കിച്ചടിന്റെ കാര്യം ഒരു തീരുമാനമാകും. പ്രാദേശിക വികാരവും പ്രശ്നങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. ഒരിടത്ത് പച്ചടി, മറ്റൊരിടത്ത് കിച്ചടി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. സിന്ദൂരി ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർ ആയിരുന്നു. ഒരുപാട് സമയം നമ്മൾ പ്രേക്ഷകർ കണ്ട ഏറ്റവും നല്ല ലൈവുകളൊക്കെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പിന്നണിയിലെ ശക്തിയായ സാന്നിധ്യമായിരുന്നു. ക്യാപ്റ്റന്റെ കരമായിരുന്നു അല്ലേ? അല്ല, എൻ്റെ ഒരു പുറത്തുള്ള ഫീൽഡ് എക്സ്പീരിയൻസിലും ആദ്യത്തേതാണ് ഈ കലോത്സവം. ഇങ്ങനെ ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും എൻ്റെ ഒരു കോർഡിനേഷൻ കണ്ടിട്ട് ഷീജയുടെ ടീമിലേക്ക് എന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ടീം ഇവിടെ നിന്ന് ഇപ്പൊ കഴിയുമ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ പറയുന്നൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന്. ഇതിന് വേറെ ഫർദർ ക്ലെയിം ഒന്നും ഇല്ല. സുലേഖ മിണ്ടിട്ടില്ല കേട്ടോ. ഈ കുട്ടി മിണ്ടുന്നില്ല. കുട്ടി ഇന്നലെ തൊട്ട് നമ്മൾ പറഞ്ഞു കുട്ടി മിണ്ടു കുട്ടി ഇപ്പൊ മിണ്ടു. കലോത്സവം നല്ല റിപ്പോർട്ടിംഗ്, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ ഷീജേച്ചി പറഞ്ഞതുപോലെ തദ്ദേശീയ ഇനങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ, ജീവിത കഥകൾ കുറച്ചും കൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഈ കലോത്സവത്തിൽ കിട്ടിയൊരു കാര്യം. ഒരു വലിയ ടീമിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഈ തിരുവനന്തപുരത്ത് കലോത്സവം എത്തുന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ കാഞ്ഞങ്ങാട് കലോത്സവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊന്നും അറിയാണ്ടാണ് കലോത്സവത്തിന് പോയത്. പക്ഷെ തിരുവനന്തപുരത്ത് കലോത്സവം എത്തിയപ്പോ എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊരു സാധനം അന്ന മുമ്പേ പറഞ്ഞ പോലെ വലുതെന്തോ വരാനിരിക്കുന്നു എന്ന് അന്ന് മനസ്സിലായില്ല. അതല്ലേ സുലേഖ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് കുട്ടി സംഭവിച്ചത്. ഏതായാലും ഇങ്ങേ അറ്റത്ത് വന്ന് തിരുവനന്തപുരത്ത് വന്ന് കലോത്സവമൊക്കെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ സ്മാർട്ടായിട്ട് സുലേഖ നിൽക്കുകയാണ്. കാവ്യ, വിനിഷ, അന്ന ഇടയ്ക്കിടയ്ക്ക് ചില നമ്പർ ഇട്ട് വർത്താനം പറഞ്ഞല്ലാതെ കാര്യമായി ഒന്നും പറഞ്ഞു കേട്ടില്ല. മൈക്ക് വേണ്ടേ? എന്താണ് നിങ്ങൾക്ക് കേൾക്കാൻ ചോദിച്ചോളൂ. പറഞ്ഞിട്ടാണ് ഞങ്ങൾ സാധാരണ പറയാറ്. അതെല്ലേ, ഒരു അടിപൊളി കലോത്സവം എന്ന് ഞാൻ ആവർത്തിക്കണമെന്നായിരിക്കുമല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഉള്ളത് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മുടെ നല്ല ഒരു ടീമായിരുന്നു. പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ചെയ്യാൻ പറ്റി എന്നതാണ്. ഞാൻ ഈ ടീമിലേക്ക് വന്നതിന് ശേഷം ഞാൻ 2 മാസമേ ആയുള്ളൂ. ഒരു കാര്യം ചെയ്താലോ? എന്നാ വിളിച്ചു വരുത്തി അപമാനിക്കാന്ന് പറയുന്നത് ഇതാണ്. അന്നോടാണ് ചോദിക്കുന്നത്. അന്നോട് ചോദിച്ചിട്ട് നമുക്കൊരു അതിഥിയെ വിളിക്കണ്ടേ? വേണ്ടേ? എന്നാ ക്യാപ്റ്റനെ നമ്മൾ വിടുന്നു. ക്യാപ്റ്റൻ പോയി ഒരു വളരെ പ്രധാനപ്പെട്ട അതിഥി. അതെ, അപ്പൊ അത് വരട്ടെ. നിങ്ങളുടെ ജോസിൽ നാടകക്കാരൻ. ജോസിലിന്റെ നാടകം സ്റ്റോറിയാണ്. നാടകമാണ്. 2 ദിവസവും ഹയർ സെക്കൻഡറി വിഭാഗവും ഹൈസ്കൂൾ വിഭാഗവും ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. മികച്ച നാടകങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഇത്തവണത്തെ നാടക മത്സരം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മികച്ച പ്രേക്ഷകരുമായിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നാടക പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ടാഗോർ തിയേറ്റർ ആയിരുന്നു ഈ പ്രാവശ്യത്തെ നാടക മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും നല്ല കാണികൾക്കുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ടാഗോർ തിയേറ്ററിലെ നാടക പ്രേമികളുടെ ആ ഓഡിയൻസിനാണ് കൊടുക്കേണ്ടത് എന്നാണ്. നല്ല തിരക്കും നല്ല ഓഡിയൻസും ആയിരുന്നു അല്ലേ? കുട്ടികൾ തന്നെ പറഞ്ഞു, ഈ പ്രോത്സാഹനം, കയ്യടികൾ ഞങ്ങൾക്ക് ആവേശം വർദ്ധിപ്പിച്ചു, ഞങ്ങളുടെ പെർഫോമൻസിന് അത് ഗുണകരമായി എന്ന് കുട്ടികൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാടകം, നിങ്ങളുടെ ഒരു
ലൈവ് ആങ്കറിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളായിരുന്നല്ലോ വളരെ പ്രധാനമായിട്ട് 3 പേരും. ഒരുവിധം കൈരളിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാ ഔട്ട്ഡോറിലും ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കലോത്സവം വരുമ്പോൾ ഭയങ്കര ത്രില്ലുണ്ടായിരുന്നു. കാരണം എന്താ പറയുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് വരിക, വീണ്ടും അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അതെല്ലാം രസമുണ്ടായിരുന്നു. മറ്റൊന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയി കണ്ടിന്യൂസ് സ്റ്റേ ചെയ്തൊക്കെയായിരുന്നു. വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. റിഫ്രഷ്മെന്റ്സ് ഒക്കെ സമയത്ത് കിട്ടിയതിന് ടീം ലീഡറോട് പ്രത്യേക നന്ദി പറയുന്നുണ്ട്. ആരും അങ്ങനെ വെയിലൊക്കെ കൊണ്ട് വാടാതിരിക്കാൻ പ്രത്യേകമായി നോക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേക നന്ദി. വിനിഷ പറയും. ഗംഭീര എക്സ്പീരിയൻസ്. ഓരോ കലോത്സവം കഴിയും തോറും ഓരോ കലോത്സവത്തിന്റെ വെറൈറ്റികൾ നമ്മൾ ആസ്വദിക്കുകയാണ്. പ്രത്യേകിച്ച് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുമ്പോൾ സംഘാടക മികവ് അത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ മത്സരവും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. പോയിന്റ് പട്ടിക നമ്മൾ ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുമ്പോൾ അവരവിടെ ഓരോ കൃത്യമായിട്ട് ആ പോയിന്റ് പട്ടിക അപ്ഡേറ്റ് ചെയ്യുന്നു. ഓരോ ജില്ലക്കാർ മുന്നോട്ട് വരുന്നു. വലിയ രീതിയിൽ നമ്മൾ പോയിന്റ് പട്ടികയിൽ കാണാത്ത ജില്ലകളൊക്കെ മുകളിലേക്ക് കയറി വരുന്നു. നിരവധി മത്സരങ്ങൾ എല്ലാം നേരിട്ട് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും സ്റ്റുഡിയോ ഔട്ടിൽ നിന്ന് സുഖമായി കണ്ടു. അതൊക്കെ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സന്തോഷം. ഏതായാലും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എല്ലാവരുടെയും അല്ലേ? അതെ, ഗംഭീരമായ എക്സ്പീരിയൻസ് എന്നാണ്. എന്ന് മാത്രമല്ല, ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ രാത്രി എണീറ്റിട്ട് കുച്ചിപ്പുടി, ഭരതനാട്യം, ചവിട്ടുനാടകം എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുമെന്ന് എന്റെ പേടി. അപ്പോ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ട കുറച്ചേറെ ആളുകളോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളോ ഒക്കെ കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമല്ലോ. നേരത്തെ ജോസിൽ പറഞ്ഞ പോലെ നാടകം ഈ കലോത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഐറ്റമാണ്. അതിലെ പ്രമേയങ്ങൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അതിൻ്റെ പ്രധാന കാര്യമായി മാറിയത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് വിനിഷ പറഞ്ഞതുപോലെ മികച്ച ആസൂത്രണമായിരുന്നു, നല്ല പ്ലാനിംഗ് ഉണ്ടായിരുന്നു, നല്ല സംഘാടനം ഉണ്ടായിരുന്നു, പരാതികൾ ഉണ്ടാകാത്ത വിധം ഏറ്റവും അതാണ് വലിയ ഫോക്കസ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്തിൻ്റെ ശിവൻകുട്ടി അണ്ണൻ മികച്ച സംഘാടകനാണ്. ആ എല്ലാ സംഘാടക മികവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവത്തിൽ കാഴ്ചവെച്ചു. കൊല്ലം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഈ കലോത്സവം വരുമ്പോൾ ഒരിടത്തും മാത്രമല്ല അപ്പീൽ പ്രളയം അല്ലെങ്കിൽ രാത്രി വൈകി പലയിടത്തും നടന്നു, അല്ലെങ്കിൽ തുടങ്ങാൻ വൈകി, മത്സരങ്ങൾ തുടങ്ങാൻ വൈകി, അത്തരം പ്രശ്നങ്ങളുണ്ടായില്ല. മറ്റൊന്ന് ഈ മത്സരങ്ങളുടെ ക്വാളിറ്റി, ഗുണനിലവാരം, അല്ലെങ്കിൽ അതും നല്ല തോതിൽ വിലയിരുത്തപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങൾ, വൈവിധ്യങ്ങൾ അല്ലേ? പലപ്പോഴും നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളൊക്കെ കുട്ടികളൊക്കെ ഓരോ ഇനത്തിലും എടുക്കുന്നു. നമ്മൾ തൊട്ടടുത്ത് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ വരുന്നത് കാണുമ്പോൾ അവർ എത്രത്തോളം ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നലെ വിനേഷ് ഫോഗട്ടിനെ നമ്മൾ മോണോ ആക്ടിൽ കണ്ടിരുന്നു. എല്ലാ കലായിനങ്ങളിലും അതെ, വെള്ളാർമലയാണ് തുടങ്ങിയത്. നാടകത്തിനായാലും മോണോ ആക്ടിൽ കണ്ടു. അതാണ് വളരെയധികം നമ്മൾ ചിന്തിക്കാത്ത നിലവാരത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. ഗ്രൂപ്പ് ഡാൻസിന് വിഷയമാക്കുന്നു, മോണോ ആക്ടിന് വിഷയമാക്കുന്നു, പ്രസംഗത്തിന് വിഷയമാക്കുന്നു എന്നുള്ള മൈക്കില്ല, മൈക്കില്ലെങ്കിൽ ഉറക്കെ പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലേ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ട ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു ഫീൽ എന്താണ്? അത് സെലക്ഷനിലാവാം, വിഷയത്തിലാകാം, പെർഫോമൻസിലാകാം. ഏറ്റവും മനസ്സിന്റെ മനസ്സിൽ ഈ കലോത്സവം എന്ന് ചോദിച്ചാൽ എന്താ തോന്നുന്നു? പെർഫോമൻസ് ബേസ്ഡ് ആണേ. കലോത്സവത്തിലെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഈ വെള്ളാർമല തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും എല്ലാ ഇനത്തിലും ഈ വെള്ളാർമലയുടെ തീം, മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല സ്കൂള്, ദുരന്തത്തെ, ഈ അതിജീവനത്തെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പെങ്കിലും ആ തീം എടുക്കാതെ ആ ഒരു മത്സര ഇനം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ ഹയർ സെക്കൻഡറി ആണെങ്കിലും ഹൈസ്കൂൾ വിഭാഗമാണെങ്കിലും എല്ലാ കുട്ടികളുടെയും ഐറ്റങ്ങളിൽ ഈ തീം ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം നമ്മളും ആദ്യം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തതും പറയുന്നതും സർക്കാരും പറയുന്നത് അതിജീവനത്തിന്റെ കലോത്സവമാണ് ഇത്തവണത്തേത് നിന്ന്. അത് ഈ കലോത്സവം അവസാനിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സര ഇനത്തിൽ കൂടിയും ഈ ദുരന്തത്തെ ഇന്നത്തെ ഇവന്റുകൾ എന്ന് പറയുന്നത് ശരത്തേട്ട ഇവന്റിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ അരമണിക്കൂറായി തുടങ്ങിയിട്ട് ഇതുവരെ പോയിന്റ് പട്ടിക പറഞ്ഞിട്ടില്ല. വിനിഷയ്ക്ക് ഇടപെടാനുള്ള സമയമായിട്ടുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, വിനിഷയുടെ സമയം. അതിന് കൊടുത്ത നിർവചനം പോയിന്റ് മനസ്സാന്ന് പറയുന്ന പോലെ ഇടവേള വിനിഷ. അത് ശരി, അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ ഇന്ന് വിനിഷ പറയണ്ട, കാവ്യ പറയുകയാണ് ഇടവേള. ഇടവേളയ്ക്ക് മുൻപ് നമുക്ക് ഒന്ന് പോയിന്റ് ഒന്ന് പറയണ്ടേ? ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല.
തൃശ്ശൂരിന് വളരെയധികം അഭിമാനിക്കാനും പ്രതീക്ഷിക്കാനും ഏറെയാണ്. 965 പോയിന്റ്, വലിയ മുന്നേറ്റമുണ്ട്. ഇപ്പോൾ കണ്ണൂരും പാലക്കാടും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് മത്സരം. 961 പോയിന്റുമായപ്പോൾ വലിയ മാർജിനാണ് ഇപ്പോൾ 4 പോയിന്റ് എന്ന് പറയുന്നത് അവസാനത്തെ ഈ ഒരു മണിക്കൂറുകളിൽ എന്ന് പറയുന്നത്. നോക്കാം, കാത്തിരിക്കാം. കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട്, മലപ്പുറം തൊട്ടു പിന്നിലുണ്ട്. അങ്ങനെ പോയിന്റ് പട്ടിക മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ കണ്ണൂർ ആദ്യത്തെ 4 ദിവസം ഒന്നാമത് ഇങ്ങനെ തുടർന്നപ്പോൾ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് തൃശ്ശൂര് മറികടന്നു ഇന്നലെ വൈകുന്നേരത്തോട്. അങ്ങനെ ഇവിടെ ഒരു ഫോട്ടോ ഫിനിഷ് നടക്കില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ. രാജീവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സഫ്ദർ ഹഷ്മി മോണോ ആക്ടിൽ വളരെ നല്ല നിലയിൽ അവതരിപ്പിച്ചു കണ്ടു. സഫ്ദർ ഹാഷ്മിയെ കുറിച്ച് അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കപ്പ് ഞങ്ങൾക്ക് വേണ്ടെന്ന് രജീഷ് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് മത്സരമാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതില് കിട്ടാത്തവർക്ക് കിട്ടട്ടെ ഇത് ചേതനെ മറക്കല്ലേ എന്നാണ് ദേവരാജന്റെ കമന്റ്. ചേതനെ മറക്കുന്നില്ല, ചേതൻ അവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നമസ്തേ ടീം കൈരളി, എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം, ശുഭദിനാശംസകൾ. അത് ഹിന്ദിയിലാണ് പേരെഴുതിയിരിക്കുന്നത്, വായിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, ഇതാ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ സജീവമായി നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട് വർത്തമാനത്തിനിടയിൽ. അത് ഇനി പതുക്കെ അതൊക്കെ നോക്കി നമുക്ക് വരാം. അപ്പൊ ഞാൻ മൈക്ക് കൊടുക്കട്ടെ വിനീഷയ്ക്ക്. ഇവിടെ നമ്മുടെ ഇടയിൽ എവിടെയോ ഒരു മനുവിന്റെ സ്പേസ് കിടപ്പുണ്ട് അല്ലേ? പ്രേക്ഷകർ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കുന്നതാണ്, മനു എവിടെയെന്ന്. മനു വരും, ഇന്നല്ല നാളെ. അതെ, പുറപ്പെട്ടിട്ടുണ്ട് എന്ന്, വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്.